ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ ചെറിയൊരു ഇൻഫർമേഷൻ വളരെ വേഗത്തിൽ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. KCBയുടെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പരീക്ഷയുടെ ഡോക്യുമെൻ്റ് അപ്ലോഡിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? യെസ്, അതിൻ്റെ കൂടെ ഒരു അഡീഷണൽ ആയിട്ട് നമ്മൾ ഇതുവരെ കാണാത്തൊരു സാധനം എന്ന് പറയുന്നത് ഒരു അഡീഷണൽ ഡിക്ലറേഷൻ ഫിൽ ചെയ്ത് കൊടുക്കുക എന്നുള്ളതായിരുന്നു. ആ ഒരു മെസ്സേജിൻ്റെ അകത്ത് അത്ര കൃത്യമായിട്ട് പറയുന്നില്ല ആ ഒരു സാധനം അപ്ലോഡ് ചെയ്യണമെന്ന്. പലരും ഒന്നുകിൽ സുഹൃത്തുക്കളോട് ചോദിച്ചിട്ടോ, അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഗ്രൂപ്പുകളിലേക്ക് ചോദിച്ചിട്ടോ, അല്ലെങ്കിൽ കേരള PSCയുടെ ഓഫീസുകളിലേക്ക് വിളിച്ചിട്ടോ, അല്ലെങ്കിൽ ഇതേപോലെയുള്ള ചാനലുകൾ കണ്ടിട്ടോ ആയിരിക്കും അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുക. ഇതൊന്നും ആക്സസ് ഇല്ലാത്ത ആൾക്കാരുണ്ടാവില്ലേ? ചിലപ്പോൾ ആ മെസ്സേജ് മാത്രം കണ്ടു ഡോക്യുമെൻ്റ് മാത്രം അപ്ലോഡ് ചെയ്ത ആൾക്കാരുണ്ടാവില്ലേ? പലരും ഇത് ഫില്ല് ചെയ്ത് വെച്ചിട്ടേ ഉണ്ടാവുള്ളൂ, അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവില്ല. കാരണം അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെ അപ്ലോഡ് ചെയ്യണമെന്ന് ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല കേട്ടോ. ഒരു സർട്ടൻ പെർസെൻറ്റേജ് അങ്ങനെയുണ്ട്. കുറേ പേര് എന്നെ അങ്ങനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡേറ്റ് കഴിഞ്ഞിട്ടും സാർ ഞാനിത് അപ്ലോഡ് ചെയ്യാൻ മറന്നുപോയി, എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് കുറേ പേരുണ്ടായിരുന്നു. അവർക്ക് ഒരു പ്രാവശ്യം കൂടി ഡിക്ലറേഷൻ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഈ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ന്യൂസുകളും നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരു കാര്യവും നിങ്ങൾ അറിയാത്തത് കൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകരുത്. ഒരു എക്സാം നോട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ ഒരു OTP വന്നു കഴിഞ്ഞാലോ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാലോ അപ്പോൾ അതൊന്നും നിങ്ങളുടെ ഒരു കാണാത്തത് കൊണ്ട് ഒരു പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കാൻ പാടില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ട് നിങ്ങൾക്കൊരു നഷ്ടം ഉണ്ടാവാൻ വേണ്ടി പാടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും ഏതൊരു പോയിന്റും നമ്മൾ ഈ ഒരു ചാനലിൽ കൂടി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. തുടങ്ങിയാലോ? യെസ്, അപ്പോൾ കേരള PSCയുടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഫോണിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അർജൻറ്റ് ആക്ഷൻ റിക്വേർഡ് ടുവേർഡ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ KCB അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൻ്റെ ആ ഒരു നമ്പറും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് കയറി നോക്കിയ സമയത്ത് ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. ആ മെസ്സേജ് ഇങ്ങനെയായിരുന്നു: 439/2022, അതായത് KCB അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ. If you have not uploaded the declaration as directed by the previous message, upload the same in the form given in the following link. Ignore this message if already uploaded the declaration. അതായത് നിങ്ങൾ നിലവിൽ ഈ ഡിക്ലറേഷൻ ഫോം അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും താഴെ പറയുന്ന ഡിക്ലറേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തുകൊണ്ട് അപ്ലോഡ് ചെയ്യുക. ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, യെസ്, അവരുദ്ദേശിക്കുന്നത് കഴിഞ്ഞ മെസ്സേജ് അത്ര കംപ്ലീറ്റ് ആയിരുന്നില്ല, അധിക പേർക്കും അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. അത് മെസ്സേജ് കൺവേ ചെയ്യുന്നതിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം മെസ്സേജിൽ കൃത്യമായിട്ട് അത് അപ്ലോഡ് ചെയ്യണമെന്ന് എവിടെയും പറയുന്നില്ല. നിങ്ങളത് ഫില്ല് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ആ ഒരു സാധനം ഇവിടെ ക്ലിയർ ചെയ്തു. അപ്ലോഡ് ചെയ്യണമെന്ന് വളരെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് അല്ലേ? ഫസ്റ്റ് കാര്യം കറക്റ്റായി. അപ്പോൾ നിങ്ങൾ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇനി ഡിക്ലറേഷൻ ഫോമിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. ദർ ഇസ് എ സ്ലൈറ്റ് ചേഞ്ച് ഇൻ ദി ഡിക്ലറേഷൻ ഫോം. കഴിഞ്ഞ ഫോമിൻ്റെ അകത്ത് ഇവിടെ പേര് എഴുതാൻ വേണ്ടി മാത്രമേ സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചോ? യെസ്, കഴിഞ്ഞ ഫോമിൽ ഇവിടെ പേര് മാത്രമേ എഴുതാൻ സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് വേണമെങ്കിൽ ഒരു വീട്ടുപേര് എഴുതാം. അപ്പം നിങ്ങൾ എങ്ങനെ പേരും അഡ്രസ്സും എഴുതും? കുറേ പേരൊക്കെ ഈ ഒരു ഫോം എഡിറ്റ് ചെയ്തിട്ട് കുറച്ചുകൂടി അഡ്രസ്സ് കൂടി എഴുതാനുള്ള സ്ഥലം ഉണ്ടാകുന്ന രീതിയിൽ എഡിറ്റ് ചെയ്ത ഡിക്ലറേഷൻ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ട്. അതേപോലെ പേര് മാത്രം എഴുതി അപ്ലോഡ് ചെയ്തവരും ഉണ്ട് കേട്ടോ. അവർ ചെറിയ രീതിയിലൊന്ന് ഈ ഫോം മാറ്റം വരുത്തിയിട്ടുണ്ട്. കുറച്ചുകൂടി നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നിങ്ങളുടെ വീട്ടുപേരും സ്ഥലവും പിൻകോഡും ജില്ലയും ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് കുറച്ചൊരു സ്ഥലം ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഡിക്ലറേഷൻ ഫോമിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? യെസ്, പുതുതായിട്ട് ഒരു ഡിക്ലറേഷൻ ഫോം കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്ലോഡ് ചെയ്യാം കേട്ടോ. അതൊന്ന് കൺസിഡർ ചെയ്യുക. നിങ്ങൾ വെറും പേര് മാത്രം എഴുതിയിട്ടുള്ളൊരു ഡിക്ലറേഷൻ ഫോമാണ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇത്തവണ ഈ ഒരു ഫോം കൂടി ഒന്ന് ഫില്ല് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. ഒന്നിലധികം ഫോമുകൾ വരുന്നതിൽ പ്രശ്നമൊന്നുമില്ല. ഒന്നുകിൽ അത് ഡിലീറ്റ് ചെയ്യാം, എന്നിട്ട് ഈ ഒരു ഫോം ഫില്ല് ചെയ്ത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. യെസ്, ഡിക്ലറേഷൻ ഫോമിലും ചെറിയൊരു മാറ്റം അവർ വരുത്തിയിട്ടുണ്ട് എന്ന് ഒന്ന് മനസ്സിലാക്കുക. അതെന്തുകൊണ്ടായിരിക്കും? യെസ്, കുറേയധികം എൻക്വയറീസ് പോയിട്ടുണ്ടാവും. സാർ, അവിടെ അഡ്രസ്സ് എഴുതാൻ സ്ഥലമില്ലല്ലോ, ഡിക്ലറേഷൻ ഫോമിൽ അതിന് സ്ഥലമില്ല എന്നുള്ള കാര്യം ഓൾറെഡി കൺവേ ആയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവർ ഈ രീതിയിൽ ചേഞ്ച് ചെയ്തിട്ട് ഡിക്ലറേഷൻ ഫോം വരുത്തിയിട്ടുണ്ടാവുക. ദെൻ ഓൾറെഡി നിങ്ങൾ ഈ രീതിയിലാണ് അപ്ലോഡ് ചെയ്തതെങ്കിൽ യാതൊരുവിധ മാറ്റവും വരുത്തേണ്ട ആവശ്യമില്ല കേട്ടോ. ഇവിടെ കൊടുത്തിട്ടുണ്ട്: ഇഗ്നോർ ദിസ് മെസ്സേജ് ഇഫ് ഓൾറെഡി അപ്ലോഡ് ദി ഡിക്ലറേഷൻ. ഓക്കെ, യെസ്.
നിങ്ങൾ സ്കാൻഡ് ഡോക്യുമെന്റ്സിൽ പോയി കഴിഞ്ഞാൽ അഡീഷണൽ ഡിക്ലറേഷൻ എന്ന സ്ഥലത്ത് കണ്ടോ ഇത് ആക്റ്റീവ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആവശ്യത്തിനനുസരിച്ചിട്ട് ഡിക്ലറേഷൻ ഫോം ഇവിടെ അപ്ലോഡ് ചെയ്യാം. സോ എല്ലാവർക്കും സന്തോഷമായല്ലോ. യെസ്, കുറേ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാർ ഞാനത് മറന്നുപോയി, എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ വെച്ചിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക കേട്ടോ. നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ഒരു ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി വെക്കുക. കാരണം യെസ്, നിങ്ങൾക്ക് അറിയാതെ പോകുന്ന ഒരു കാര്യവും ഉണ്ടാവാൻ വേണ്ടി പാടില്ല. എക്സാം റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണോ, ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത്, ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്, അതേപോലെ ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പോകുന്ന സമയത്ത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്നും അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും അത്തരം എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ചാനൽ കൂടി പറയുന്നതായിരിക്കും. സോ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി റെഡിയാക്കി വെക്കുക. നിങ്ങൾ യാതൊരുവിധ ഇൻഫർമേഷനും മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എല്ലാവരും പോയിട്ട് ഒന്ന് ചെയ്യുക, ചെയ്യാൻ ബാക്കിയുള്ളവരൊക്കെ ചെയ്യുക. നിലവിൽ ചെയ്തവരാണെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ, അങ്ങനെ തന്നെ വെച്ചാൽ മതി. ദെൻ ഇപ്പം PSC തുളസിയുടെ വെബ്സൈറ്റ് കുറച്ചൊന്ന് ഡൗൺ ആണ്, സെർവർ കുറച്ചൊരു ഡൗൺ ആണ്. എന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ, വേറെ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. അഥവാ അത് റെസ്പോൺസീവ്നെസ് കാണിക്കുന്നില്ലെങ്കിൽ ഒന്ന് റീഫ്രഷ് ചെയ്യുക, അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, ഓൾറെഡി അതൊന്ന് ചെറിയ രീതിയിൽ സെർവർ ഡൗൺ ആണ്, അത് നോർമലാണ്. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊന്ന് അപ്ലോഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്